എൻ്റെ കൂട്ടുകാരെ ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കണ്ട് എൻ്റെ കണ്ണ് തെള്ളിപ്പോയി. അത്ര കളക്ഷനായിരുന്നു കേട്ടോ. നമ്മളുടെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി അലോക്കേഷ്യ, ഫേണ്, കലാത്തിയ ഒന്നും വേണ്ട എല്ലാം. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിടാൻ വെറും 10 ദിറം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഇനി ഇപ്പോൾ ഇലച്ചെടികളല്ല, നമുക്ക് പൂച്ചെടികളാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ നാട്ടിലേക്ക് ഈ ഒരു റേറ്റ് കിട്ടുമ്പോൾ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഒരു 10-12 ദിറമേ വരുന്നുള്ളൂ. നിറഞ്ഞ് പൂ തുറന്ന് നിൽക്കുന്ന റോസാ ചെടികൾ, മണ്ണൊക്കെ ഇട്ട പോട്ട്. നമുക്കിപ്പോൾ ചെടികളൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്, നമുക്ക് നോക്കാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് വയ്ക്കാം കേട്ടോ. ഇത് കണ്ടോ നമ്മളുടെ ക്ലേയുടെ പോട്ട. പിന്നെ ഓർക്കിഡുകളുടെ കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ. അത്ര കളക്ഷനായിരുന്നു ഓർക്കിഡിൻ്റെ പ്ലാൻ. ഇപ്പം ഞാനിപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്, ഒറിജിനൽ വാങ്ങി വയ്ക്കണോ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങി വയ്ക്കണോ എന്നുള്ളത്. നാട്ടിലെ ചെടി ഒരുപാടുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഗാർഡനിൽ ഇല്ലാത്തൊരു സാധനമായിരുന്നു ഓർക്കിഡ്. ഓർക്കിഡ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ പൂത്ത് വന്ന് അങ്ങോട്ട് മൊട്ടിട്ട് നമ്മൾ നോക്കിയിരിക്കും. അത് എതിലേക്കൂടാണെന്നറിയത്തില്ല, ഒച്ചോ പുഴോ എന്ന് തിന്ന് അത് തീർക്കുകയാണ് പതിവ്. ഞാൻ അത് കാരണം ഉപേക്ഷിച്ച ഒരു സാധനമായിരുന്നു ഈ ഓർക്കിഡ്. ഇവിടെ വന്ന് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കണ്ടപ്പോൾ എൻ്റെ ആകെപ്പാടെ എൻ്റെ കിളി പോയി. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ 1-2 ഓർക്കിഡിൻ്റെ പ്ലാന്റ്സുകൾ എടുത്ത്. അപ്പോൾ ഇതാകുമ്പോൾ എന്നും പൂത്തിങ്ങനെ നിൽക്കുമല്ലോ, വെള്ളം ഒഴിക്കേണ്ട, വളമിടേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഇവിടെ സൂര്യകാന്തിയുടെയൊക്കെ പൂ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാണോ ആർട്ടിഫിഷ്യലാണോ നമുക്ക് അറിയത്തില്ല, അത്ര ഭംഗിയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.